ശീലങ്ങൾ പലതരത്തിൽ നമുക്ക് ആലോചിച്ച് നോക്കാം. ഭക്ഷണം കഴിക്കുന്ന ശീലം, വണ്ടി ഓടിക്കുന്ന ശീലം, വസ്ത്രം ധരിക്കുന്ന ശീലം, സംസാരിക്കുന്ന ശീലം, ഇതൊക്കെ ശീലങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നൂറുകണക്കിന് ശീലങ്ങൾ നമുക്കുണ്ട്. ഞാൻ പ്യുവർ വെജ്ജാണ്, അതെൻ്റെ ശീലമാണ്, എൻ്റെ ഒരു ജീവിതചര്യയാണ്, അതൊരു സബര്യ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ ശീലം ഓരോ സമയങ്ങളിൽ നമ്മുടെ ശീലം നമുക്ക് അനുയോജ്യമാക്കി തീർക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹാബിറ്റിനെ അല്ലെങ്കിൽ ശീലങ്ങളെ കണക്ട് ചെയ്യുന്ന സ്ഥലം. ഒരു ശീലം എങ്ങനെ ഒരു സമയമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും? ഇപ്പോൾ എക്സാമ്പിൾ, രാവിലെ എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 3:30 മണിക്ക് ഉറക്കം ഉണരുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ 10 മണിക്ക് മുമ്പ് കിടക്കുന്ന ആളാണ്. എൻ്റെ ടൈമിംഗ് ആണത്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് 3:30 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ എന്ത് കാണിക്കും? ഞാൻ പറയും 3:30 മണിക്ക് എഴുന്നേറ്റാൽ ചെയ്യാൻ ഒരുപാട് കാര്യമുണ്ട്. കാരണം 3:30 മണിക്ക് എഴുന്നേറ്റാൽ നമ്മുടെ ദിനചര്യകൾ കഴിഞ്ഞാൽ കുറച്ച് വായിക്കാണ്ടാവാം, വീട്ടിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യാണ്ടാവാം. ഇതൊക്കെ മറ്റുള്ള ആൾക്കാരെ ബാധിക്കുന്ന വിഷയം. എൻ്റെ ശീലം നല്ലതാണെങ്കിൽ എന്നെ മാത്രമല്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ 10-20 വർഷമായിട്ട് ട്രെയിനിങ്ങിന് പോകുന്ന ആളാണ്. 27 ഇയേഴ്സായിട്ട് എനിക്കുള്ള ശീലം എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ 3:30 മണി എന്നുള്ളത്. ജസ്റ്റ് ആലോചിച്ച് നോക്കുക. 27 വർഷമായി ട്രെയിനിങ് ആണ്. അത് നിർബന്ധമായിട്ട് ഞാൻ 5 മണിക്ക് മുമ്പ് എൻ്റെ എല്ലാ കാര്യങ്ങളും പാക്കായി പോകുന്നതിന് മുമ്പ് തലേദിവസം എല്ലാം ചെയ്തു വയ്ക്കും. അങ്ങനെ കുറേ ശീലങ്ങൾ സമയമായിട്ട് ബന്ധപ്പെടുത്തിയതാണ്. അതിനുള്ള ഗുണം എന്ന് പറയുന്നത് ശീലം നമുക്ക് സമയം ലാഭിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഹാബിറ്റ് എന്ന് പറയുന്ന സാധനം. സമയം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കൺസ്ട്രെയിൻ അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്നത്. കാരണം ടൈം ഈസ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ടിവിറ്റി. ഏതൊരു മനുഷ്യൻ്റെ ഫലപ്രദമായ സമയത്തിൻ്റെ വിനിയോഗമാണ് അവൻ്റെ പ്രൊഡക്ടിവിറ്റിയോട് ബന്ധപ്പെട്ട വിഷയം. എഗെയിൻ ആദ്യം പറഞ്ഞ ഒരു കൊട്ടേഷൻ ഉണ്ടല്ലോ, ഇഫ് യു ആർ നോട്ട് ഫസ്റ്റ് യു വിൽ ബി ദ ലാസ്റ്റ്. നമ്മുടെ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയവർ ആണ് ഇന്ന് വിജയിച്ചവർ ലോകത്ത്. ജസ്റ്റ് ആലോചിച്ച് നോക്കൂ. പണ്ടത്തെ കാലത്ത് പെലെ ഉണ്ടായിരുന്നു, ഒരു മുഹമ്മദ് അലി ഉണ്ടായിരുന്നു, ഒരു യൂസഫ് അലി ഉണ്ടായിരുന്നു, യേശുദാസ് ഉണ്ടായിരുന്നു, അബ്ദുൽ കലാം ഉണ്ടായിരുന്നു, നരേന്ദ്രമോദി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവരുടെ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ച ആൾക്കാരാണ്. അത് നല്ലതിനോ ചീത്തയോ എന്നുള്ള പിന്നത്തെ കാര്യം. പക്ഷേ സമയം ഉപയോഗിച്ചതെല്ലാം അവർ ശീലത്തെ തുടർന്ന് വന്നതാണ്. നെപ്പോളിയൻ്റെ ശീലം, ഹിറ്റ്ലറുടെ ശീലം, മഹാത്മാഗാന്ധിയുടെ ശീലം, യേശുക്രിസ്തുവിൻ്റെ ശീലം, ശ്രീകൃഷ്ണൻ്റെ ശീലം. ഈ ശീലങ്ങളാണ് അവരെ മഹാന്മാരാക്കി മാറ്റിയത്. ശീലങ്ങളാണ് അവർക്ക് പ്രൊഡക്ടിവിറ്റി പ്രദാനം ചെയ്തത്. അത് സമയത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ശീലം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധിവരെ ഇന്നത്തെ യൂത്തിന് വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓൾ ദ ബെസ്റ്റ്.